ആ, ഇവിടെ കൃഷിയില്ല, പണിക്കാരുമില്ല. എന്തിനാ പിന്നെ ഇങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കണേ? അടയ്ക്കാം, എപ്പോഴാ തുറക്കണമെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. അവസാനം ഈ പഴവും നിന്നുകൊണ്ടിങ്ങനെ നിൽക്കേണ്ടി വരുമോ ബെർട്ടാസേ? അനു, ഒരു ചെറിയ പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. വർക്കൗട്ട് ആവുമെന്നറിയില്ല, എങ്കിലും ട്രൈ ചെയ്യാം. താൻ കുറച്ച് മെയിൽസ് അയച്ച് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പറയാം. പെരുമാളെ, உங்களுக்கு സൗഖ്യമാ? നമസ്കാരം സാർ. പ്രതീക്ഷിച്ച അതേ വേഷം തന്നെ. ഇതാ ഞാൻ പറഞ്ഞ സക്രിയ സാർ. സാർ, ഇതാനു. അറിയാം. ഇത് ഇവിടുത്തെ വീഡിയോ ശ്വേത. ഹായ്. നിന്റെ മെയിൽ വരുമ്പോ ഞാനൊരു ട്രിപ്പിനുള്ള ഒരുക്കത്തിലായിരുന്നു, രാജസ്ഥാനിലേക്ക്. നീ വായിച്ചു കാണും, അവിടെ ഒരു വില്ലേജ് ചീഫിന്റെ തീരുമാനം. ഗ്രാമത്തിൽ ഒരു കൊച്ചു ജനിച്ചാൽ 150 മരം വെച്ച് പിടിപ്പിക്കുന്നു പറഞ്ഞ ഒരാള്. പുള്ളിക്കാരനെ ഒന്ന് കാണാൻ. ശരിയാ, അത് കേട്ടപ്പോ എനിക്കും അദ്ദേഹത്തെ ഒന്ന് കാണണം തോന്നി. വെള്ളവും വളമൊക്കെ കണ്ടിട്ട് കാലം കുറെ ആയി അല്ലേ? 1 മീറ്റർ ഡെപ്ത് വരെ പോണം, അറിയാലോ. ½ kg വെച്ചിട്ട് 20 സ്പോട്സ് സാമ്പിൾസ് എടുക്കണം. Got it? Yes sir. Right. ഡ്രൈ ലാൻഡ് ആണോ നോക്കണ്ട, എല്ലാറ്റും എടുത്തോളൂ. Sir. അതെ, നമ്മളാരാ? നമ്മളാരാ? ഞങ്ങളീ നാട്ടുകാരൊക്കെയാ. ഹേയ് അരവിന്ദ്, സുമി, ജയ്മോൾ, നാട്ടുകാരെന്ന് പറഞ്ഞ ഐറ്റങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ, കണ്ടു. നാട്ടുകാർ, നാടിനോട് സ്നേഹമുള്ളവനാടാ നാട്ടുകാര്. ഇവിടെ ഇപ്പൊ ഞങ്ങളാ നാട്ടുകാര്. അതുകൊണ്ടാ ഇവന്റെ ഒരു വിളി വന്നപ്പോ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മലേഷ്യന്ന് പാഞ്ഞിങ്ങി വന്നത്. നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വരത്തന്മാരാ. ഇതിപ്പോ ഞങ്ങളുടെ മണ്ണ. കൊണ്ടുപോരാ, അങ്ങോട്ട് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ വെട്ടുമ്പോ ചെളി വരണം, അഴുക്ക് പറ്റും. താടിയും വളർത്തി ബീഡിയും വലിച്ചിറങ്ങിക്കോളും നാട്ടുകാര്. വേണ്ടാലും ഒരു കൊട്ടേഷൻ ലുക്ക്. എന്താ കാർത്തിയേട്ടാ, ആരാ ഇവരൊക്കെ? പറഞ്ഞുതരാം. ഇത് സക്രിയ സാർ, രാജ്യത്തെ സീനിയർ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റിൽ ഒരാൾ. ലുക്കില്ലാന്നേ ഉള്ളൂ. അവരൊക്കെ സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സുമാ. പെരുമാൾ ദേശത്തിന് കൃഷി ഇറക്കുന്നതും വിളവെടുക്കുന്നതും ഞങ്ങളുടെ ടീമായിരിക്കും. എന്ന് വെച്ചാ കാർത്തിയേട്ടാ, അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളോ? പറഞ്ഞുതരാം. രാവിലെ അടുപ്പയിൽ 1 കലം വെള്ളം വെക്കണം. തിളയ്ക്കുമ്പോ അതിൻ്റെ അകത്ത് 1/2 കിലോ മുദ്രാവാക്യം ഇടണം. പിന്നെ ഹർത്താലും ബന്ധം ചേർത്ത് നല്ലപോലെ ഇളക്കി വെന്തു വരുമ്പോ ചീട്ടുകളെയും വെള്ളമണിയും മിക്സ് ചെയ്ത് വിളമ്പി ചൂടോടെ കഴിക്കുക. മനസ്സിലായി? മണ്ണിനെ വേണ്ടാത്തവന് മണ്ണിനും വേണ്ട, അല്ലേ സർ? യു സെഡ് ഇറ്റ്. സർ, ഗുഡ്. മണ്ണിന്റെ സാമ്പിൾസ് ഇവർ കളക്ട് ചെയ്ത് അയക്കുകയാണ്. ഇനി ഇവിടെ യന്ത്രങ്ങളാണ് പണിയെടുക്കാൻ പോകുന്നത്. ഞങ്ങൾ മേൽനോട്ടം, യന്ത്രങ്ങൾ പണിയെടുക്കും. മനുഷ്യനേക്കാൾ വിശ്വസിക്കാം. നമ്മുടെ ഭൂമിയിലോ? നിർത്തണം. നമ്മുടെ ഭൂമിയാ. ഇവന്റെ മണ്ണായത്. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ ഇതുവരെ അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് സമ്മതം മൂളിയാല് ചോദിക്കുന്ന ശമ്പളം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇവിടെയല്ല, ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. അയ്യോ, അപ്പൊ ഇവന് ഭയങ്കര ദേശസ്നേഹം. ജീവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ സ്വന്തം നാട്ടില്. ഇത്ര മണ്ടനായി പോയല്ലോടാ.
നാട്ടിൽ ഈ വർഷത്തെ ചൂടെത്രയെന്നറിയോ? 42 ഡിഗ്രി. ഗൾഫിലാണെങ്കിൽ ഒടുക്കത്തെ മഴ. അതിങ്ങനെ ഇവിടെ കാടും മലയും പുഴയൊക്കെ ടിപ്പറിനടിക്കല്ലേ. അവിടെ മരങ്ങൾ വെച്ച് വളർത്തുക മരുഭൂമിയിൽ. കേരള കാർത്തി, കുവൈറ്റില് നല്ല ഒന്നാം തരം ഒരു കൃഷിത്തോട്ടം, ടൺ കണക്കിന് ടൊമാറ്റോ, ക്യാബേജ്. മലപ്പുറത്തെ ഒരു സൈനുദ്ദീൻ്റെ അധ്വാനമാണ്. ഞാൻ അയാളുടെ കൈ പിടിച്ചെടുത്ത് മുത്തി. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേടാ. സാറേ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ കൈയും കാലം ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല. തീരുമാനം എടുക്കേണ്ടത് ഇവിടെയാ. നിങ്ങൾക്കറിയാമല്ലോ, ഈ പെരുമാൾ ദേശത്തെ കണ്ണത്താ ദൂരം ഭൂമി ഇവരുടെയാ. കോടികൾ വില പറഞ്ഞ് ഇവിടെ വില്ല പ്രോജക്റ്റ് കൊണ്ടുവരാനും IT പാർക്ക് കൊണ്ടുവരാനും ഒക്കെ റിയൽ എസ്റ്റേറ്റുകാർ ക്യൂ നിൽക്കുക. ഇല്ലാത്ത വികസനം പറഞ്ഞ് ഇടനിലക്കാശ് കൊയ്യാൻ രാഷ്ട്രീയക്കാരൻ നിൽപ്പുണ്ട്. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാ ഇത് കൃഷിഭൂമിയാണെന്ന് വാശി പിടിച്ചിട്ട് ഇവൻ ഇവിടെ നിൽക്കുന്നത്. ഇവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, കൃഷി ഇറക്കാൻ, ഇവനെ സഹായിക്കാൻ. ഞങ്ങൾക്ക് തെറ്റുപറ്റി സാർ. കാർത്തിയേട്ടന് ഞങ്ങള് ഇനിയും വൈകിട്ടില്ലടോ. ഇവന്റെ കൂടെ നിന്ന് പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യമില്ല. ഈ മണ്ണ് നിങ്ങൾക്ക് പൊന്നാക്കിയെടുക്കാം. ഇതാണ് പെരുമാൾ ദേശത്തിന്റെ ഇതുവരെയുള്ള കഥ. സമയായി, വാ പോവാ. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ വിൽസൺ പുതുപ്പള്ളി സ്വന്തം നാട്ടിലോട്ടൊന്നും പോകുന്നില്ലേ? ഇതാണ് ചേട്ടാ ഇപ്പൊ എന്റെ നാട്. ഉടായ്പകളൊക്കെ നിർത്തി. പ്രസ്ഥാനത്തിന്റെ ശക്തി എന്താണെന്നറിയോ? നല്ലൊരു നേതാവ്. കാർത്തിയേട്ടനായി ഇപ്പൊ എന്റെ നേതാവ്. കുടിച്ചോണ്ടിരിക്കാനോ, വേഗം വാട്ടോ. ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാര ജേതാവ് പത്മശ്രീ കാർത്തികരാജ് പെരുമാൾ നമ്മുടെ പ്രിയപ്പെട്ട കാർത്തികേട്ടൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ അംഗീകാരം എനിക്കല്ല, കൃഷിക്ക്, അധ്വാനത്തിന് രാജൻ തന്നെ നൽകിയ ആദരവാണ് ഈ പത്മശ്രീ. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, കൃഷിയിലൊന്നും വലിയ ആദായമില്ല. ആദായത്തിനും ലാഭത്തിനും വേണ്ടി മാത്രമുള്ളതല്ല കൃഷി. നമ്മുടെ പാടത്തും പറമ്പിലും വിത്ത് വിതയ്ക്കുമ്പോൾ, അതുപോലെ മുള പൊട്ടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നും. തൈ അങ്ങോട്ട് വളരുമ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ കയറും. പിള്ളേര് വളർന്നു വരുമ്പോൾ ചിലപ്പോ വേണ്ട വിള കിട്ടിയെന്ന് വരില്ല. അപ്പൊ കുറച്ച് നിരാശയൊക്കെ തോന്നും. പക്ഷേ അടുത്ത തവണ മെച്ചപ്പെടുത്താൻ ഒരു വാശി കയറും. അങ്ങനെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടും സങ്കടപ്പെടുത്തിക്കൊണ്ടും വാശിയേറ്റിയും അതുപോലെ പ്രതീക്ഷ നൽകിക്കൊണ്ടും ഒരു മനുഷ്യനാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് മണ്ണിന്റെ വേല. ലോകത്തിലെ ഏറ്റവും നല്ല പെർഫ്യൂം നമ്മൾ പെരുമാൾ ദേശക്കാർക്കെങ്കിലും അറിയാം. അത് മണ്ണിന്റെ മണമാണ്. ആ മണം യന്ത്രങ്ങളല്ല ആസ്വദിക്കേണ്ടത്, നമ്മൾ മനുഷ്യരാണ്. നാടിന് സ്നേഹ സമ്മാനം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട കാർഷിക വകുപ്പ് മന്ത്രി ഭാസ്കർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്കറിയാം, ഇതിലൊക്കെ നമ്മൾ കാണിക്കുന്നതിലും വലിയ ശ്രദ്ധ അടുത്ത തലമുറ കാണിക്കും. അതിന്റെ ഓർമ്മപ്പെടുത്തലിനായി ഞാൻ ഈ പൊന്നാട അവരെ ഏൽപ്പിക്കുകയാണ്.